പെരിയാർ ടൈഗർ റിസർവിൽ ഗോത്രവർഗ്ഗക്കാർ അവരുടെ പാരമ്പര്യ തൊഴിലായ മീൻപിടുത്തവും മുടങ്ങാതെ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ രാവിലെ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മീൻ പിടിച്ചിട്ട് അവർ വരുന്ന കാഴ്ചയാണ്. ഏത് തരത്തിലുള്ള മീനാണ് പിടിക്കുക, എത്ര കാലമായി ഇതിനകത്ത് അവർ നിൽക്കുന്നു, ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അവർ വരുമ്പോൾ ചോദിക്കാം. എത്ര കാലമായി ഇവിടെ? നിങ്ങൾ ഏത് ഗോത്രോ ആണല്ലേ? അപ്പം ഈ സമയത്താണോ മീൻ പിടിക്കുന്നത് സ്ഥിരമായിട്ട്? രാവിലെ പിടിക്കും, കൊണ്ടുവരും, നൈറ്റ് വലയിടും. ആയിട്ട് നടത്തുന്നു. പിന്നെ വൈകുന്നേരം പിടിക്കുമോ? എന്നിട്ട് ഇവിടെ തന്നെ വിൽക്കും ആണല്ലേ? ഇപ്പം നിങ്ങളുടെ മാന്നാൻ ഗോത്രംകാർ മാത്രമാണോ മീൻ പിടിക്കുന്നത്? വേറെ ആൾക്കാരൊന്നുമില്ല. നിങ്ങൾ എത്ര പേരുണ്ട് മീൻ പിടിക്കുന്നത്? 62 പേര്. രാവിലെയും വൈകുന്നേരമായിട്ട് നിങ്ങളാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും അല്ലേ? ഇതിപ്പം പിടിച്ച ഫ്രഷ് മീനാണല്ലേ? എന്തൊക്കെ മീനുണ്ട്? ഗോൾഡ് ഫിഷ് ഉണ്ട്, സിലാപ്പിയ ഉണ്ട്, കുയിലുണ്ട്. നമ്മളിപ്പം ഇവിടെ ഈ നദിയിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇതൊക്കെയാണോ? കുയില്, കറ്റി എന്ന് പറയും. പിന്നെ ഗോൾഡ് ഫിഷ്, സിലോപ്പിയ. ഇത് ജീവനോടെ പിടിച്ചുവിടുന്ന ഫ്രഷ് ആണല്ലേ? ഇത് ഇന്നലെ വൈകുന്നേരം വെച്ച വലയിൽ നിന്ന് കിട്ടുന്ന മീനാണ്. ഇത് കൊണ്ടുവരുമ്പോഴേക്കും അങ്ങ് വിറ്റ് പോകുമായിരിക്കും അല്ലേ? തികയില്ല. മീനിന്റെ അളവ് കുറഞ്ഞോ ഇപ്പോ? അപ്പൊ മുമ്പത്തേക്കാൾ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട്. ഏത് സമയത്താ ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്? ഇത് നവംബർ കുറവാണ് പൊതുവെ. നേരത്തെ പറഞ്ഞല്ലോ, ഈ മീനൊക്കെ തന്നെയാണോ ഇവിടെ ഉള്ളത്? വേറെ ഈ ജൂണിൽ വേറെ തരം മീനുണ്ടോ? ഗോൾഡ് ഫിഷ് ആണ്. അപ്പം നിങ്ങളുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ മീൻ പിടിക്കൽ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് വൈകുന്നേരം പോയി വല വെച്ചിട്ട് അതൊന്നും പറയോ? വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ വല കെട്ടാൻ പോയിട്ട് വെളുപ്പിന് 4 മണിയാകുമ്പോൾ വല കഴിച്ചോണ്ട് ഇവിടെ വരും. മീൻ കൊണ്ട് ഇവിടെ കൊടുക്കും. പിന്നെ വൈകുന്നേരം അങ്ങനെ നിങ്ങളിപ്പോ 2 പേരാ ഞാൻ കാണുന്നത്. 62 പേര് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ കാട്ടിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ മീൻ കിട്ടുന്ന അനുസരിച്ച് ആൾക്കാർ വരത്തുള്ളൂ. ഇതിപ്പം ഈ നിങ്ങളുടെ അടുത്ത തലമക്കളൊക്കെ ഇതിനകത്തുണ്ടോ? അതോ ഇല്ല? അവർക്കൊന്നും വയ്യ, അവരൊക്കെ ഇതൊക്കെ വിട്ടോ? വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി കിട്ടി ഇങ്ങനെ മാറി പോകും. അപ്പൊ നിങ്ങളുടെ ഒരു പ്രായമുള്ളവരാണോ ഈ മീനൊക്കെ പിടിക്കാൻ നടക്കുന്നത് ഇപ്പം അല്ലേ? അപ്പൊ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ ഇത് തുടരാൻ ആൾക്കാരുണ്ടോ കുടുംബത്തിൽ? പറയാൻ പറ്റുകയില്ല, അങ്ങനെ കാണത്തില്ല. തലമുറകൾ അങ്ങനെ ഇല്ല, വരുന്നില്ല. അവർക്ക് ഞങ്ങളെ പോലെ പരിശീലനമില്ല വനത്തിപ്പ് കിടക്കാനും ഇരിക്കാനും. ഇത് ഞങ്ങൾ ഇതുപോലെ ലേക്കറമ്പത്ത് കൂടുതൽ കെട്ടി അവിടെ തങ്ങാന്നുള്ള തീയും കത്തിച്ച്. കുയില് ഇത് ഇവിടെ മാത്രം കിട്ടുന്നതാണോ? എന്താ ഈ മീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കൂടുതലേ. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നിങ്ങൾ മീൻ പിടിക്കുന്നത്? ഇപ്പം പ്രധാനപ്പെട്ട എവിടെയും ഈ ബോട്ടിങ് നടക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഉൾഭാഗത്തൊക്കെ പോയാൽ കുറച്ചുകൂടെ മീൻ കിട്ടുമോ? അങ്ങനെ ഉണ്ടോ? പോകുന്നുണ്ട്. ബോട്ട് ചാല് അപ്പോൾ അവരുടെ കച്ചവടം നടക്കട്ടെ. ഇന്ന് കിട്ടിയ മീനാണ് ഇതിനകത്ത് ഉള്ളത്.
എത്രയായി ഇതിൻ്റെ വില ഇപ്പോൾ? 250 രൂപ. എത്ര? 2900. ഇന്ന് ഒറ്റ ദിവസം ഇന്നലെ കൊണ്ട് ഇന്ന് പിടിച്ചത് 2900 രൂപയ്ക്കുള്ള മീനാണ്. അപ്പോൾ കിലോയ്ക്ക് 200 രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ 2 പേരാണ് മീൻ പിടിച്ചത്, 2 പേർക്ക് കിട്ടുക. കിലോയ്ക്ക് 200 രൂപ വെച്ചിട്ട്. ബാക്കി ഫിഷർമാൻ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടൂറിസം വകുപ്പിൻ്റെ തന്നെ സൊസൈറ്റി ഉണ്ട്. അവരാണ് മറ്റ് ബാക്കിയുള്ള പണം സൂക്ഷിക്കുക. അത് മന്നാൻ ഗോത്രവർഗത്തിലുള്ള ഇവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ചോദിക്കുന്നതനുസരിച്ച് കൊടുക്കുന്ന ഒരു സൊസൈറ്റി പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മിക്കവാറും ടൗണിൽ ഇവർക്ക് സ്റ്റോളും ഉണ്ട്, പക്ഷേ സ്റ്റോളിലേക്ക് മീൻ പോകേണ്ടി വരാറില്ല. ഇവിടെ തന്നെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഒറ്റയടിക്ക് മീൻ വിറ്റ് തീർന്ന ഒരു സാഹചര്യമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുതൽ മീൻ കിട്ടുക. ആ സമയത്തായിരിക്കും സ്റ്റോളിലേക്ക് മീൻ എത്തുക. അല്ലെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ, ഐസ് ഇടാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ആ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിറ്റ് തീരുകയും ചെയ്തിരിക്കും.